ബിഗ് ബോസ് മലയാളം സീസൺ 7 അഞ്ചാം ദിവസം ലൈവിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഇന്നലെ തന്നെ പണിപ്പുര ടാസ്കിൻ്റെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ അവസരം അക്ബറിനുള്ളതാണ് എന്ന് ബിഗ് ബോസ് അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് പണിപ്പുര ടാസ്കിനുള്ള ക്രമീകരണങ്ങൾ നടത്തി. രാവിലെ ഹൗസ്മേറ്റ്സിനെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി പണിപ്പുര ടാസ്കിന് വേണ്ടി റെഡിയാകാൻ ആവശ്യപ്പെട്ടു. പൊതുവെ ഇന്നലെ പണിപ്പുര ടാസ്ക് അനൗൺസ് ചെയ്തത് മുതൽ അക്ബറിനോട് പലരും പല സജഷനുകളും പറഞ്ഞിരുന്നു. വസ്ത്രങ്ങൾ എടുക്കാൻ ചിലർ പറഞ്ഞു, ചിലർ ഭക്ഷണ സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പല സജഷനുകളും പല രീതികളും എങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളുമെല്ലാം അക്ബറിനോട് പലരും പല രീതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെല്ലാം വൻ ട്വിസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്ബറിന് പണിപ്പുരയ്ക്കുള്ളിൽ പ്രവേശിക്കാം, ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. അതിനുവേണ്ടി നീക്കി വെച്ചിരിക്കുന്ന സമയം 20 സെക്കൻഡാണ്. ഒപ്പം ലക്ഷറി പോയിൻ്റായി നിശ്ചയിച്ചിരിക്കുന്നത് 500 പോയിന്റുകളുമാണ്. പക്ഷേ ഇതിലൊന്നുമല്ല ട്വിസ്റ്റ്. ഇത്തവണ പണിപ്പുരയ്ക്കുള്ളിൽ ഒരുക്കിയിരിക്കുന്നത് അക്ബറിന് വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രമാണ്. അതിൽ അക്ബറിൻ്റെ വസ്ത്രങ്ങൾ ഉണ്ടാകാം, അക്സസറീസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അക്ബറിന് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാകാം. ഇതിൽ ഏതെങ്കിലും സാധനങ്ങൾ ഈ നിബന്ധനകൾ അനുസരിച്ച്, അതായത് 20 സെക്കൻഡിനുള്ളിൽ 500 പോയിന്റിന് കളക്ട് ചെയ്യാൻ കഴിയും. അവിടെ നിന്നും ഭക്ഷണ സാധനങ്ങൾ എടുത്താൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാമോ എന്ന ചോദ്യത്തിന് ബിഗ് ബോസ് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. അക്ബറിനുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്ന് പറഞ്ഞതോടെ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളിൽ പലരും ഇതോടെ ഡസ്പായി എന്ന് പറയാം. അവിടെ നിന്നും കൂടുതൽ സാധനങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാൻ എന്ന ലക്ഷ്യത്തോടുകൂടി വേസ്റ്റ് ബിന്നുകളിൽ ഉപയോഗിക്കുന്ന തരം ഒരു കവറുമൊക്കെയായാണ് അക്ബർ വീടിനുള്ളിലേക്ക് പോയത്. എന്നാൽ പണിപ്പുരയുടെ മുൻപിൽ വെച്ച് ബിഗ് ബോസ് ആ കൂട് പുറത്തിട്ട് അകത്ത് കയറാൻ ആവശ്യപ്പെട്ടു. ബസറിന് വെയിറ്റ് ചെയ്ത അക്ബറിന് ബസർ ലഭിച്ച് പണിപ്പുരയ്ക്കുള്ളിൽ കയറിയപ്പോൾ അതിൽ ഫ്ലിക്കറിംഗ് ലൈറ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വസ്തുക്കൾ കൃത്യമായി സ്ഥിരമായി കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണത്തെ അനുഭവം കൊണ്ടാവാം വളരെ പെട്ടെന്ന് സാധനങ്ങൾ എടുത്ത് അക്ബർ പണിപ്പുരയ്ക്ക് പുറത്തെത്തി. അക്ബർ വാതിൽക്കൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ടൈമറിൽ ലാസ്റ്റ് കാണിച്ചത് കൗണ്ട് ഡൗൺ 15 സെക്കൻഡാണ്. അതായത് 5 സെക്കൻഡിനുള്ളിൽ അക്ബർ 5 അല്ലെങ്കിൽ 6 സെക്കൻഡിനുള്ളിൽ അക്ബർ പണിപ്പുരയ്ക്ക് ഉള്ളിൽ നിന്നും പുറത്തിറങ്ങി. ആകെ 690 രൂപയുടെ സാധനങ്ങൾ അക്ബർ ശേഖരിച്ചിരുന്നു. പിന്നീട് വീട്ടിൽ വന്ന് വീട്ടിലെ മത്സരാർത്ഥികളുമായി ആലോചിച്ച് അതിൽ 2 ഐറ്റങ്ങൾ തിരികെ വെച്ചു. ബാക്കിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മത്സരാർത്ഥികൾക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് മത്സരാർത്ഥികൾ. ഇനി അതിലും ബിഗ് ബോസ് എന്തെങ്കിലും ട്വിസ്റ്റ് കൊണ്ടുവരുമോ? ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ അക്ബർ ഒറ്റയ്ക്കേ കഴിക്കാവൂ എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്വിസ്റ്റോ ബിഗ് ബോസ് ഇനി അതിൽ കൊണ്ടുവരുമോ എന്നറിയില്ല. ഈ ആഴ്ചത്തെ പണിപ്പുര ടാസ്കിലും മത്സരാർത്ഥികൾക്ക് കൂടുതലായി വസ്ത്രങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. മാത്രമല്ല വീട്ടിലെ റേഷൻ ഐറ്റംസിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഒന്നുമായിട്ടില്ല. ഇതൊന്നും കൂടാതെ ഇന്ന് നേരം വെളുത്തപ്പോൾ മുതൽ അനീഷിൻ്റെ വക അതിശക്തമായ പ്രൊവോക്കേഷൻ ആ വീട്ടിനുള്ളിൽ നടക്കുന്നുണ്ട്. അതിൽ പല മത്സരാർത്ഥികളും വീണു പോകുന്നുമുണ്ട്. പല സാഹചര്യങ്ങളിലും വളരെ വലിയ വഴക്കുകൾ ഉണ്ടാകുകയും സ്ഫോടനാത്മകമായ സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ.